ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഓറഞ്ചും ചിക്കനും വെച്ച് അടിപൊളി ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ടുണ്ടാക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. വേവിച്ചെടുക്കാത്ത ചിക്കനിൽ റൈസും ഓറഞ്ചും ചേർത്ത് ദം ചെയ്തെടുക്കുന്ന ഈ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ സ്മെല്ലും ടേസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. ബിരിയാണി മിക്സ് ചെയ്തെടുക്കുന്ന ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ബിരിയാണിയുടെ വ്യത്യാസവും മനസ്സിലാക്കാം. ചിക്കൻ ഉപയോഗിച്ച് തന്നെ 20 ടേസ്റ്റിലുള്ള ബിരിയാണികൾ ഞാൻ റെഡിയാക്കി എടുക്കാറുണ്ട്. അതിൽ 13 എണ്ണം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്ക് എടുത്തൊന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് 5 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. ഇടത്തരം സൈസിലുള്ള 50 പീസുകളായാണ് ഈ ചിക്കൻ മുറിച്ചെടുത്തത്. ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി അരമണിക്കൂർ വെള്ളം വാർന്നു കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇനി ഇത് റെഡിയായി വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാതെ ദം ചെയ്ത് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1 കിലോ ചിക്കനിലേക്ക് 1.25 കിലോ റൈസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 കിലോ ബിരിയാണി വെക്കുകയാണെങ്കിലും 1/4 കിലോ റൈസ് തന്നെ കൂടുതലെടുത്താൽ മതി. 3 കിലോ ബിരിയാണിയിൽ കൂടുതൽ ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ടോട്ടൽ 1/2 കിലോ റൈസേ കൂടുതലെടുക്കേണ്ടതുള്ളൂ. 5 കിലോ ചിക്കനിലേക്ക് 5.5 കിലോ ജീരകശാല റൈസാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഈ റൈസ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം മിനിമം അരമണിക്കൂർ നമുക്കിത് കുതിർത്ത് വെക്കണം. 5 കിലോ ബിരിയാണി 3 മണിക്കൂർ കൊണ്ടാണ് ഞാൻ വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാം. ഇനി ചിക്കൻ മസാലയിലേക്ക് വേണ്ട ഐറ്റംസുകളൊന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. 1 കിലോ ബിരിയാണിയിലേക്ക് 2 ഉണ്ട വെള്ളുള്ളിയാണ് ചേർക്കേണ്ടത്. 5 കിലോ ബിരിയാണിയിലേക്ക് 9 ഉണ്ട വെള്ളുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. 5 ഉണ്ട വെള്ളുള്ളി മാറ്റി വെച്ചതിന് ശേഷം 4 ഉണ്ട വെള്ളുള്ളി ഈ ടൈമിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഈ ചതച്ചെടുത്ത മസാല നമുക്കൊന്ന് മാറ്റി വെക്കാം. 5 കിലോ ബിരിയാണിയിലേക്ക് 5 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ കഴുകി അരമണിക്കൂർ കഴിഞ്ഞു. ഇതിലെ വെള്ളം നന്നായി പോയി കിട്ടി. ഇനി ഇതിൽ നമുക്ക് മസാല പുരട്ടിയെടുക്കാം. ഫ്രഷ് മെയ്ഡിൻ്റെ ബിരിയാണി മസാലയാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. ഇത് ഗൾഫിലൊന്നും കിട്ടുന്ന മസാലയല്ല, എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഇത്ത കൊടുത്തു വിട്ടതാണ്. ഇത് ഹോം ഡെലിവറി ആയിട്ട് വീട്ടിൽ കിട്ടുന്ന മസാലകളാണെന്നാണ് പറഞ്ഞത്. താല്പര്യമുള്ളവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കാം. 5 കിലോ ചിക്കനിലേക്ക് 5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഞാൻ എടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ റെഡിയാക്കി എടുക്കുന്ന മസാലകളല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു മസാലകളും ഞാൻ ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും തീർന്നിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചാൽ തന്നെ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. ഈ ബിരിയാണി മസാല ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഹൈദരാബാദി ബിരിയാണി മസാലയുടെ സെയിം ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ചു വെച്ച തക്കാളിയും ചേർത്തു. ഓറഞ്ച് ബിരിയാണിയിൽ നമ്മൾ തൈര് ഉപയോഗിക്കരുത്. പുളിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെള്ളുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. 1 കിലോ ബിരിയാണിക്ക് 50 ഗ്രാം പച്ചമുളകാണ് നമുക്ക് എടുക്കേണ്ടത്. 5 കിലോ ബിരിയാണിക്ക് 250 ഗ്രാം പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് എരിവ് കുറഞ്ഞ മുളകാണ്. നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി 100 ഗ്രാം മുളക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മുളക് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ബിരിയാണി മസാലയിൽ ഗരം മസാലയുടെ നല്ല സ്മെല്ലുള്ളത് കൊണ്ട്
ഈ ടൈമിൽ എക്സ്ട്രാ ഗരം മസാലപ്പൊടി നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മസാല പുരട്ടിയെടുത്തു. നമ്മളിതിൽ എരിവും ഉപ്പും പുളിയൊക്കെ ചേർക്കുമ്പോൾ ഇതെല്ലാം അല്പം കൂടുതൽ നിൽക്കുന്ന വിധത്തിൽ വേണം ഇതിൽ പുരട്ടിയെടുക്കാൻ. ഇനി ഈ മസാലയെല്ലാം ഈ ചിക്കനിൽ നന്നായി പിടിച്ചു കിട്ടാൻ വേണ്ടി മിനിമം അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഈ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കിയെടുക്കാം. 1 കിലോ ചിക്കനിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാളയാണ് നമുക്ക് വേണ്ടത്. 5 കിലോ ചിക്കനിലേക്ക് 10 സവാളയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ എടുത്തു വെച്ച 10 സവാളയും ഇതിലേക്ക് ആവശ്യമുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തു. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് പ്രത്യേകം കാണിക്കുന്നില്ല. ഇനി അറിയാത്തവർക്ക് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പികളിൽ ഫ്രൈ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അത് കണ്ടു നോക്കാം. നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിരുന്ന ബിരിയാണി റൈസ് 1 മണിക്കൂറിന് ശേഷം 2 പ്രാവശ്യം കൂടെ കഴുകിയെടുത്ത് ഞാനൊരു അരിപ്പപാത്രത്തിലേക്ക് വെള്ളം വാർന്ന് കിട്ടാൻ മാറ്റി. ഞാനെടുത്ത 15 കപ്പ് ബിരിയാണി റൈസ് 60% വേവിൽ വേവിച്ചെടുക്കാൻ നമുക്ക് 20 കപ്പ് വെള്ളം എടുക്കണം. ആ 20 കപ്പ് വെള്ളം എടുത്തത് ഇപ്പം നന്നായി ചൂടായി വന്നു. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിലും ഓയിലിന് പകരം നെയ്യും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നു. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഈ ടൈമിൽ ഗരം മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് 60% വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ചെറിയൊരു നനവ് ഇതിൽ ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ അടച്ചു വെച്ചാൽ ആ ചൂടിലിരുന്ന് ഇത് റെഡിയായി കിട്ടും. 1 കിലോ ബിരിയാണിക്ക് 2 ഓറഞ്ചാണ് നമുക്ക് ചേർക്കേണ്ടത്. ഈ ബിരിയാണിക്ക് സൈഡ് ഡിഷായി ഉപയോഗിക്കാൻ ഓറഞ്ച് കൊണ്ടുള്ള ചെറിയൊരു മധുരത്തിലുള്ളൊരു പിക്കിളാണ് ഞാൻ റെഡിയാക്കിയെടുത്തത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ഇടാം. ഓറഞ്ചിൻ്റെ തന്നെ എരിവുള്ളൊരു പിക്കിളിൻ്റെ റെസിപ്പി നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ആവശ്യക്കാർക്കൊന്ന് കണ്ടു നോക്കാം. സൈഡ് ഡിഷായിട്ട് നമ്മൾ ഓറഞ്ച് പിക്കിൾ തന്നെ ഉപയോഗിക്കുമ്പോൾ ബിരിയാണിക്ക് എടുക്കുന്ന ഓറഞ്ചും നമുക്ക് അല്പം അളവ് കുറച്ചെടുക്കാം. 5 കിലോ ബിരിയാണിക്ക് നന്നായി പഴുത്ത 6 ഓറഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഓറഞ്ച് എടുക്കുമ്പോൾ നല്ല സ്മെല്ലുള്ള ഈ ടൈപ്പിലുള്ള ഓറഞ്ചാണ് ഇതിലേക്ക് കൂടുതൽ നല്ലത്. ഈ ടൈപ്പിലുള്ള ഓറഞ്ച് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാനിതിലേക്ക് മുസമ്പി ടൈപ്പിലുള്ള ഓറഞ്ചാണ് എടുക്കുന്നത്. ഓറഞ്ച് നന്നായി കഴുകിയെടുത്തതിന് ശേഷം തൊലി പൊളിച്ചെടുത്ത് ഓറഞ്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. തൊലി നമുക്കൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം. തൊലിയുടെ സൈഡിലുള്ള ഈ ഞെട്ട് ഭാഗങ്ങളെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്ത ഓറഞ്ച് തൊലി ഞാനൊരു കുക്കറിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും ചേർത്തു. ഈ ടൈമിൽ വേറൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ മുന്നേ ഓറഞ്ച് ബിരിയാണിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടി എടുത്തുമാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തൊലി ചേർക്കുമ്പോൾ ഓറഞ്ചിൻ്റെ അളവ് കൂടുതൽ വേണം. ഈ രീതിയിൽ വേവിച്ചുണ്ടാക്കുമ്പോൾ ഓറഞ്ചിൻ്റെ അളവ് കുറവ് മതി. 3 വിസിൽ വന്ന് ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്നു. ഇപ്പം നമ്മുടെ ഓറഞ്ച് തൊലി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാനുള്ള ഐറ്റംസുകളെല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. 5 കിലോ ബിരിയാണിക്ക് 2 കെട്ട് മല്ലിയിലയും 2 കെട്ട് പുതിനയിലയുമാണ് ഞാൻ എടുക്കുന്നത്. അതിവിടെ ചെറുതായി മുറിച്ചെടുത്തു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 5 വെള്ളുള്ളി ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 കഷ്ണം ഇഞ്ചിയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 100 ഗ്രാം പച്ചമുളകും എടുക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. 5 കിലോ ചിക്കനും 5.5 കിലോ ബിരിയാണി റൈസുമാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 500 ml അമുലിൻ്റെ ഗീയാണ് ഞാൻ എടുക്കുന്നത്.
ബിരിയാണി ദം ചെയ്തെടുക്കാനുള്ള വലിയ പാത്രത്തിലേക്ക് നമുക്ക് ഈ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ ഓയിലിൻ്റെ അളവെല്ലാം നമുക്ക് വളരെ കുറവ് മതി. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ തൊലിയും അത് വേവിച്ചെടുത്ത വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഏലക്കയും 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 5 കഷ്ണം കറുകപ്പട്ടയും 2 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂവും എടുത്ത് നന്നായി ചതച്ചെടുക്കണം. ഇനി നമ്മൾ ചതച്ചെടുത്ത ഗരം മസാല മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും ചെറുതായി മുറിച്ച് വെച്ചിരുന്ന പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഓയിലിൽ നിന്ന് 6 ടേബിൾ സ്പൂൺ ഓയിലെടുത്ത് അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇത് റെഡിയായി. ഇനി ഇത് നമുക്ക് ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ റൈസും ചേർത്ത് നന്നായി ലെവൽ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 6 ഓറഞ്ചും കുരുവെല്ലാം നീക്കി നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. ഇനി അരിച്ചെടുത്ത ഓറഞ്ച് ജ്യൂസ് ഇതിന് മുകളിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചോറിൻ്റെ മുകൾ ഭാഗം മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി, അടിയിലേക്കൊന്നും മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓറഞ്ച് ജ്യൂസുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത റൈസ് ഇനിയൊന്ന് നമുക്ക് നന്നായി ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കണം. ഇതിന് പകരം നമുക്ക് ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഇനി ഇതിൻ്റെ എയറൊന്നും പുറത്തു പോവാത്ത വിധം ഇത് നന്നായി കവർ ചെയ്ത് നമുക്കിത് ദം ചെയ്തെടുക്കണം. ഇത് കൂടുതൽ അളവിൽ ബിരിയാണി ഉള്ളത് കൊണ്ട് നമുക്കിത് 1 മണിക്കൂർ ദം ചെയ്തെടുക്കണം. അരമണിക്കൂർ ഹൈ ഫ്ലെയിമിലും അരമണിക്കൂർ ലോ ഫ്ലെയിമിലുമാണ് ഇത് ദം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിന് മുകളിൽ വെച്ച വെയിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണിയും ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നിന്നുള്ള സ്മെല്ലടിച്ചാൽ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. അത്രയ്ക്കും ടേസ്റ്റിയായൊരു ബിരിയാണിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ ബിരിയാണിയാണ്, ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.